ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിതേ നമ്മൾ ഈ ബക്കറ്റിലും അതുപോലെ തന്നെ ഈ കെട്ടിയും പറക്കിയൊക്കെ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെഡ്ഡിങ് വീഡിയോ ആയിരുന്നു. അതായത് എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അവർക്കൊരു ഒരു വിരുന്ന് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടൊന്നും അല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലോ ഒന്നുമല്ല കേട്ടോ പ്ലാൻ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് വേണ്ട സാധനങ്ങളും പിന്നെ ഞങ്ങളുടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വരുമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ വീട്ടിൽ നിന്നൊക്കെ ട്രാവൽ ആക്കി പോവാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പോട്ടിലല്ലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു സ്പോട്ടിലായിരുന്നേ. അപ്പോൾ നമ്മൾ പകല് പോകുമ്പോൾ നമുക്കിങ്ങനെ എന്തുവാ, ഇങ്ങനെ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടേക്കും പോലെ അല്ലെങ്കിൽ അത്ര ഒരു വൈബ് കിട്ടത്തില്ല. പക്ഷേ നൈറ്റ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ചെല്ലാൻ കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ടൈം എന്നൊക്കെ പറയാനായിട്ട്. ഞാനതിന് മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഏകദേശം ഇതിന് പറ്റിയിട്ടൊരു രൂപം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സ്പോട്ടിൽ, അതായത് ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തല്ലായിരുന്നു കഴിഞ്ഞ വട്ടം നിന്നിട്ടുണ്ടായിരുന്നത്. എനിവേ പകല് പോകുമ്പോൾ നമുക്ക് ആ സംഭവം കിട്ടത്തില്ല. എന്നാലും നൈറ്റിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നേരെ നമ്മള് സ്റ്റേ ആക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ശംഖിലി മാൻഷൻ എന്നാണ് അതിൻ്റെ ഒരു സ്പോട്ടിന്റെ പേര്. ഓക്കെ. ഇതാണ് ഇതിന്റെ ചുറ്റുമുള്ളത്. കാടിന്റെ നടുക്ക് കുറച്ച് ഒരു ടെന്റൊക്കെ വെച്ചാ എങ്ങനെ ഉണ്ടാവും? ആ ഒരു സെറ്റപ്പ് ട്ടാ. പിന്നെ ദേ നമ്മള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാണ്. നമ്മള് മീന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ വേണ്ട പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള സ്പോട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇന്ന് കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു എന്താ പറയാ, ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തൊക്കെ സ്ഥലങ്ങളിൽ വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞൊരു രസം പോവൂലേ? പിന്നെ കുക്ക് ചെയ്യാനും വൈബുള്ളവർക്ക് ഓക്കെ. അങ്ങനെ നമ്മൾ ദേ ഈ ഒരു ഹട്ടിലൊക്കെ കേറിയിട്ട് നോക്കാണ്. ഈ ഹട്ടെന്ന് പറയുമ്പോ ഒരു പഴയ സെറ്റപ്പ് ഹട്ടൊന്നും അല്ല. ഇത് അത്യാവശ്യം നല്ല എന്താ പറയാ, നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉള്ള ഒരു നീറ്റായിട്ടുള്ളൊരു ഹട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മോഡിഫൈ ചെയ്ത ഹട്ട്. അപ്പൊ താമസിക്കാൻ മീൻസ് റൂമിൽ ദാണ്ടെ 2 ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ദേ വാഷ്റൂം സെറ്റപ്പുണ്ട്. ഒരു ഹട്ടല്ല, ഒരു 4, 5 ഹട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോ ഹട്ടിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഹട്ടിന്റെ സെറ്റപ്പ്. ഇതിന്റെ ബാക്കിലോട്ടൊക്കെ നല്ല കാടാണ് കേട്ടോ. നൈറ്റാണ് ശരിക്കും പറഞ്ഞാ ഇവിടെ അടിപൊളിയെന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങളൊരു വൈകിട്ട് 4:30, 5 മണി ടൈമിലായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമ്മളിതിന്റെ കാര്യനടപ്പ് ആൾക്കാരായത് കൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നതാണ്. പിന്നെ ദാണ്ടെ ഇവിടെ ഒരു മരമുണ്ട്. അപ്പൊ മാമച്ചി പറഞ്ഞു, "ദേ കണ്ടോ അതിനകത്ത് കാരക്കയൊക്കെ ഉണ്ട്" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറിച്ചൊക്കെ കഴിക്കുകയാണ്. അത്യാവശ്യം കയ്പ്പുള്ള കാരക്കയായിരുന്നു കേട്ടോ. അതങ്ങോട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നില്ലാന്ന് തോന്നുന്നു. ഇത് ഉപ്പിലിട്ടിട്ടൊക്കെ പണ്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ സാധനമൊന്നും കിട്ടാനില്ല. അപ്പൊ കിട്ടിയതിന്റെ ആക്രാന്തത്തിൽ ഒന്ന് കഴിച്ചു നോക്കി. പക്ഷെ അതിനകത്ത് കറയുണ്ടായിരുന്നു ഗൈസ്. ഇച്ചിരി കൂടെ പഴുക്കണമായിരുന്നെന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ കുക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് ചീനിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കുറച്ച് ഫുഡിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക. ഞങ്ങളിങ്ങനെ നടന്നു നോക്കിയപ്പോൾ ദേ അതിന്റെ അറ്റത്തൊരു ഊഞ്ഞാല് കിടക്കുന്നുണ്ട്. പിന്നെ ഊഞ്ഞാല് കണ്ടാൽ നമ്മൾ പണ്ടേ വെറുതെ വിടാറില്ലല്ലോ. അതുകൊണ്ട് ഊഞ്ഞാലിൽ പോയി ആടി. പിന്നെ ലാല് ഒരു മരത്തിന്റെ മണ്ടേ കയറി നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, "ദേ ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ എടുത്ത് തരാൻ" പറഞ്ഞു. ഫോട്ടോ എടുക്കാനാ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരത്തി വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ആക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കുവായിരുന്നു. പിന്നെ അടുക്കളയിൽ വന്ന് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇവിടെ മീനൊക്കെ കട്ട് ചെയ്ത് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് പെറുക്കി മൊത്തത്തിലിങ്ങനെ ഒരു കൂമ്പാരം പോലെ കൂട്ടിയിട്ടിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് എന്തായി എന്തായി എന്ന് നോക്കാൻ വേണ്ടി മാത്രം വരും കേട്ടോ. നമ്മൾ പിന്നെ ആറ്റിന്നോ പുഴയെന്നോ എവിടുന്നാ പിടിച്ചതെന്ന് അറിയില്ല. ഏതായാലും മീന് നമ്മള് കടൽ മീനല്ല. ഓക്കെ. അപ്പൊ ആ മീനൊക്കെ പോയിട്ടൊക്കെ നോക്കി. ഞങ്ങളിങ്ങനെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യുക, ഇവര് വരാനായിട്ട് ലേറ്റും ആവുന്നുണ്ടല്ലോന്ന്. പിന്നെ നമ്മടത്തെ സ്പീക്കർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് എടുക്കാനായിട്ട് നൈറ്റ് പോയി. ഇതാണ് ഗൈസ് നൈറ്റ് വ്യൂ. ശരിക്കും പറഞ്ഞാൽ കാട്ടിന്റെ ഉള്ളിൽ പെട്ട ഒരു ഫീല് കിട്ടും കേട്ടോ. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കഴിഞ്ഞ വട്ടം ഞാൻ നൈറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ആയിട്ടുള്ളൊരു ഷോക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കുഞ്ഞു വ്ലോഗ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ കഴിഞ്ഞ് നമ്മൾ ദേ നമ്മുടെ സ്പീക്കറൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ദേ ഇവിടെ 2 പേര് ഒറ്റ ഊഞ്ഞാലിൽ കയറി നിന്ന് ആടുകയാണ്. ഇതിന് ബലമുള്ളോണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ പൊട്ടി വീഴുവല്ലോ. ഷംനു ദാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മിന്നു എല്ലാവരും ഉണ്ട്. നമ്മളിങ്ങനെ
എന്താ പറയാ, എന്തൊക്കെയോ പറഞ്ഞോണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. എൻ്റെ ബബ്ബു ദാ ക്യാമ്പ് ഫയറിൻ്റെ മുന്നിലോട്ട് ചാടി വീഴുന്നുണ്ട്. ഇവന് പിന്നെ പണ്ടേ അതിലൊന്നും ഒരു പേടിയില്ല. പക്ഷെ നമുക്കാണല്ലോ പേടിയുള്ളത്. സൂക്ഷിക്കണമല്ലോ. പിന്നെ ദാ ഗ്രില്ല് ഫിഷ് ആണെന്ന് തോന്നുന്നു. ഫിഷോ ചിക്കനോ ഏതോ ഗ്രില്ലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബബ്ബുവിൻ്റെ ഹാലിയും ബബ്ബുവും കൂടെ ഒരുമിച്ച് ഊഞ്ഞാലാടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മിയെ സ്പോട്ട് ചെയ്തു. ഉമ്മിയും പോയിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ഓക്കെ. പിന്നെ കിച്ചണിൽ കയറി നോക്കിയപ്പോൾ ഏകദേശം നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്തത്, പിന്നെ ദാ മയോണൈസ്, അടുത്തതിരിക്കുന്നത് ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി അതും മയോണൈസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ബിക്കോസ് രണ്ടിനും ഏകദേശം ഒരേ ടേസ്റ്റ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താ ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ കറി. ഇനി അടുത്തതെന്താണ്, മീൻകറി. പിന്നെ പിന്നെയും മീൻകറിയാണോ? എന്തോ മീൻകറി. 2 കറിയേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കനും മീനും. അപ്പം ഞാൻ ഒന്ന് തന്നെ തുറന്നത് തന്നെ രണ്ടാമതും പോയി തുറന്നു എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഏകദേശം എല്ലാമൊക്കെ ആദ്യമേ ഒന്ന് ടേസ്റ്റ് ചെയ്തു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദേ ഫിഷും ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. കുറേ നേരം നമ്മളവിടെ ഇങ്ങോട്ട് കറങ്ങി തിരിഞ്ഞും അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആക്കി ചില്ലാക്കി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. വാഴയിലയൊക്കെ വീട്ടിൽ നിന്നേ കൊണ്ടുവന്നു കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ നേരത്തെ പിടിച്ചിടാലോ. അപ്പം ആ ഒരു ഉദ്ദേശത്തിൽ നമ്മളെല്ലാ സാധനങ്ങളും സെറ്റാക്കി വീട്ടീന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പിട് തൊട്ട് കർപ്പൂരം വരെ ഉള്ളതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് നല്ല ഉപയോഗമായി. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ട് വന്നിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെയാണല്ലോ നല്ലത്. പിന്നെ ഫുഡ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കലാശക്കൊട്ടിൻ്റെ മോഡിൽ നമ്മൾ ദേ ഇങ്ങനെ പൂത്തിരി കാത്തിരി പോലുള്ള കുറച്ച് ആക്സസറീസ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ച് കളിക്കണം. എനിക്ക് പണ്ടേ ഇങ്ങനത്തെ ക്രാക്കേഴ്സ് സാധനങ്ങൾ ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറയാൻ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് പോയിട്ട് എടുക്കാനോ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് അതിൻ്റെ അടുത്തോട്ട് ആരെങ്കിലും പോകുന്നതേ ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ബബ്ബു ആണെങ്കിൽ ഇങ്ങനെ ഓടി, ഓടി, ഓടി നിൽക്കും കേട്ടോ. ഇവനിത് കാണുമ്പോൾ ഭയങ്കര ആഹ്ലാദം. അവൻ അതിൻ്റെ പിറകേ ഓടുന്നു. അത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ. ഞാൻ ഇങ്ങനെ എൻ്റെ ഫേസ് ഒരു നേരം നേരെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടില്ല. ബിക്കോസ് ഇവൻ പോയി പിടിക്കുമോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ വണ്ടിയും കൂടി ഇങ്ങനെ വട്ടത്തിനിട്ടു. വട്ടത്തിനല്ല, ഒരു ഹാഫ് മൂൺ ഷേപ്പിലിട്ടു. ബിക്കോസ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെട്ടം കിട്ടണമല്ലോ, രാത്രിയായില്ലേ. അപ്പം ഒരു ഫോട്ടോയൊക്കെ എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കി ഇട്ടിരിക്കുവായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വീട്ടുകാരെയൊക്കെ ഒരുമിച്ച് പിടിച്ചിരുത്തി ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുക്കാൻ എന്തൊരു ടാസ്ക്കാന്നറിയാവോ? ഇവർക്കാർക്കും ഇങ്ങനെ വീഡിയോയിൽ, ഫോട്ടോയിൽ വരുന്നതൊന്നും ഒരു പരിധി വരെ ഇഷ്ടമുള്ള ടീംസുകളല്ല. എന്നാലും എല്ലാവരെയും പിടിച്ചിരുത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും കൊച്ചുങ്ങൾക്കൊക്കെ നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്നും സ്റ്റേ ആക്കുന്നില്ല. ഞാനും ഇക്കായും ലാലും മീനുവും ഷംനുവും പിന്നെ മിന്നുവും. ഇത്രയും പേര് മാത്രമാണ് കേട്ടോ അവിടെ സ്റ്റേ ആക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു പോയി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാനാണ് നേരത്തെ ഉറക്കം എണീറ്റത്. എനിക്കൊരു 11 മണിക്ക് 12 മണിയൊക്കെ ആവുമ്പോ എണീറ്റ് പോയി. ഞാൻ നേരത്തെ എണീറ്റു. എന്നാലും ഞാനിങ്ങനെ ചുറ്റിത്തിരിഞ്ഞിരുന്നു. ബിക്കോസ് ബാക്കിയുള്ള ആരും എണീക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. ഞാൻ വെളിയിലൊക്കെ ഇറങ്ങി കുറേ നേരം നോക്കിയപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ലാലു എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. അവളും എണീറ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എണീറ്റു. അത് കഴിഞ്ഞ് ഇക്കായും എണീറ്റു. പിന്നെ നേരെ നമ്മൾ പാല് വാങ്ങിക്കാനായിട്ട് പോയി കേട്ടോ. പാല് വാങ്ങിക്കാനായിട്ട് ഈ കാട്ടിൻ്റെ പുറത്തിറങ്ങി പോകണം. അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ദേ 2 കുരങ്ങന്മാർ അവിടെ ഇരുന്ന്, 2 അല്ല വേറെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവരെ മാത്രമേ എടുത്തുള്ളൂ. കുരങ്ങന്മാരുടെ ചുമ്മാ എടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഓക്കെ. അപ്പം അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ അപ്പുറത്തെ സൈഡിലുള്ളത് ഞാൻ എടുത്തു. ദാ ഇരിക്കുന്നു. എന്തൊക്കെയോ പ്ലാസ്റ്റിക്കോ ചപ്പും ചവറും ഒക്കെ വാരി എടുത്തിട്ട്. പിന്നെ പോകുന്ന വഴിയിൽ ദേ മിന്നൂനെ ഉറക്കത്തീന്ന് വിളിച്ചെണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളും എണീറ്റായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ചെറിയ വെള്ളത്തിൻ്റെ ചാല് പോലെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് നേരം നിന്ന്, അത് കഴിഞ്ഞ് രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പം നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് ചപ്പാത്തിയൊക്കെ കരുതിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി എടുത്തു. ചപ്പാത്തി ചുട്ടു. പിന്നെ ദാ ചായ എടുക്കുന്നുണ്ടെന്ന് ഇടുന്നുണ്ട്. പിന്നെ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് വന്നിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ബ്രെഡൊക്കെ കൊണ്ടുവന്നു. കാര്യം എനിക്ക് ചപ്പാത്തീനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ആദ്യമേ ബ്രെഡൊക്കെ എടുത്തിട്ട് വന്നു. പക്ഷേ ചായ കട്ടർ ഫ്ലോപ്പായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. തേയില മറ്റേ വീറ്റിൻ്റെ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സാധനം ഒരു രക്ഷയില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പോവാനായിട്ട് ഇറങ്ങുകയാണ്. ഏകദേശം ഇപ്പം തന്നെ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല വിളിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. ഞാനും ലാലും ഇക്കായും കൂടെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് തന്നെ ഒരു കടയിലോട്ട് പോയിട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഉച്ച കഴിഞ്ഞ സമയത്തൊക്കെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ഫുഡും കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇക്കാക്കൊരു ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അതായത് ഒന്ന് ഡോക്ടറിനെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ വിശേഷം. ഇത് കുറേ ദിവസം മുന്നേ എടുത്ത വ്ളോഗായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്.